അത്തമയുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിലേക്ക് മാസിക ഇറക്കി അവൻ ഭ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത്തങ്ങാടി ഭ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണ്. അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തല്ലെങ്കിൽ ഏത് വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തെക്കീർക്കെല്ലാം വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ വിചാരിക്കല്ല. അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്കം വിപുലിച്ചാണ്. കാരണം കാന്തപുരത്തേക്ക് നല്ല മനുഷ്യന്മാരാണ്, അവർ നല്ലവരാണ്, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തഖീങ്ങൾ സാലിഹീങ്ങളാണ്. അത് നാട് ഞാൻ പറഞ്ഞില്ല. അയാൾക്ക് അയാൾ അനുയായികൾക്ക് ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞതാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ ഇല്ല കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാവരും മനസ്സിലാക്കണം. അതെല്ലാവരും തിരിച്ചറിയും. അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വേറെ പറയാനല്ല. എന്താ അമ്പിയാവിന്റെ ലക്ഷ്യം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. തസ്കിയത്തില്ലാത്ത എന്ത് ആക്ടിവിറ്റീസ്, എന്ത് തസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കാം, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിച്ച കുറെ ആളുകൾ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചില്ല. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിലിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നു. അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടുമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർദ്ധനാണ്. അത് ആൺകുട്ടികളെ വാക്ക എന്നിപ്പോൾ അവരെയാണ്. ഇന്ന് അവരെ അവിടെയുള്ളത് നല്ലോണം മനസ്സിലാക്കണം, ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. അവർക്ക് അല്ലാഹുവിന്റെ സുന്നത്യമായത്തിൽ അവർക്ക് താല്പര്യമില്ല. അത് വേറൊരു കൗമാണ്. ദീന്. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീൻ എന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും പ്രധാനമായുണ്ട് 2 ശുദ്ധിയാണ്. ഒന്ന് ലൈംഗിക ശുദ്ധി, ഒന്ന് സാമ്പത്തിക ശുദ്ധി. അതില്ല മാദനത്തിൽ നബി പറഞ്ഞു. അതൊക്കെ വാർത്താന, അതൊക്കെ വാക്ക, തോന്നേര് വിളിച്ചു പറയല്ല. മാദനത്തിൽ നബി പറഞ്ഞത് അമ്പിയാക്കൾ വ്യഭിചരിച്ചില്ല എന്ന് മാത്രമല്ല, മാദനത്തിൽ നബി ഒരു നബിയും